ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ് മാനെടുക്കും. ചാത്തൻസിൻ്റെ ആദ്യ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് PVC പൈപ്പും വാട്ടർ ബോട്ടിലും ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി എയർ ഗൺ ഉണ്ടാക്കാമെന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗണ്ണിന് ആവശ്യമായ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ലിറ്ററിൻ്റെയാണ് ബോട്ടിൽ. ആദ്യമേ ഇവിടുത്തെ ഒരു തുളയിട്ട് കൊടുക്കണം. നമ്മൾ നല്ലൊരു തുളയിട്ട് കൊടുത്തിട്ടുണ്ട്. തുളയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത പണി എന്ന് വെച്ചാൽ ഇതിൽ നല്ലൊരു എയർ നിറക്കാനായിട്ട് ഒരു വാൽ ട്യൂബ് സെറ്റ് ചെയ്യണം. അതിനുള്ള പണി വാൽ ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിനുള്ള അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഇതിനെ കേട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുക്കാം, ഇതൊന്ന് സെറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടുള്ളത്. ഇതിവിടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം, സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്യുമ്പോൾ കയ്യൊന്നും ഒട്ടാതൊന്ന് സൂക്ഷിക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക, ഇതൊന്ന് ഒട്ടാൻ. കുറച്ച് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതും കൂടി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് എയറൊന്ന് പുറത്ത് വരാണ്ടിരിക്കാൻ MC-യിലിട്ട് നല്ല ശരിക്കും ഒന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായി വെച്ചിട്ട് അതാ നല്ല ശരിക്കൊന്ന് MC-യിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു പീസ് പൈപ്പും കൂടി സെറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് MC-യിലിട്ട് നല്ല ശരിക്കും ഒന്ന് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ രണ്ടും നല്ല ശരിക്കും MC-യിലൊക്കെ ഇട്ട് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉണങ്ങാൻ വെക്കാം. MC-യിൽ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഇനി ബാക്കിയുള്ള പണിയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് PVC കഷ്ണങ്ങൾ ആക്കി വെക്കാം. ആദ്യമേ കുറച്ച് ലെങ്ത്തിലുള്ള പൈപ്പ് എടുക്കാം.
നമ്മൾ PVC പൈപ്പ് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതൊക്കെ യോജിപ്പിച്ചിട്ട് നമുക്കൊരു ഗണ്ണിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ചിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതേ CPVCൻ്റെ തന്നെ ഒരു നല്ല ബോൾ വാൾവാണ്. ഇവിടെ ഒരു എൽബയും കൂടി സെറ്റ് ചെയ്ത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച കുപ്പി ഇവിടേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താ ഒരു ഗണ്ണിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഒന്ന് ഗമ്മ് വെച്ച് CPVC ഗമ്മ് വെച്ചിട്ട് നല്ല ഒന്ന് ഉറപ്പിച്ചെടുക്കണം എല്ലാത്തിനും കൂടി. ഇനി ഇത് നമ്മൾ ഡെമോ ആയിട്ടാണ് വെറുതെ ഫിറ്റ് ചെയ്ത് വെച്ചത്. ഇതൊക്കെ അഴിച്ച് CPVC ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചെടുക്കാനുണ്ട്. ഇനി ഗമ്മ് വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കും ഉറപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എയർ ഗൺ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവസാന സ്റ്റെപ്പായി ഇതിൽ നിറക്കേണ്ട ബുള്ളറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതും കൂടി ആക്കിയിട്ട് ടെസ്റ്റിങ്ങിന് ഇറങ്ങും. അപ്പോൾ ഇതാ ബുള്ളറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ആണിയും കാർഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് കാണാം. ഇത് ഇങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കണം. ആദ്യമായിട്ട് ഇങ്ങനെ മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബുള്ളറ്റ് ആക്കാനായിട്ട് കാർഡ്സ് മൊത്തം ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്കി വെച്ച കാർഡ്സിൻ്റെ മൊത്തം അറ്റം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് ആണി കയറുന്ന വിധത്തിൽ കട്ട്. ഈ ഗ്യാപ്പിലേക്ക് ഇതിൻ്റെ അകത്ത് കൂടി നമ്മൾ എടുത്തു വെച്ച ആണി കയറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ PVC പൈപ്പിൽ പോകുന്ന ഷേപ്പിൽ നമ്മൾ കട്ടാക്കി എടുക്കണം. ഇനി PVC പൈപ്പ് എടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. കയറ്റി വെച്ച് ഒരു മാർക്കർ എടുത്ത് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഇപ്പോൾ നമ്മുടെ ഒരു ബുള്ളറ്റ് ആയിരിക്കുന്നു. അങ്ങനെ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു മാർക്കർ എടുത്ത് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യാം. അത് നമ്മുടെ ബുള്ളറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗണ്ണിലിട്ട് പരീക്ഷിക്കാം. അപ്പോൾ ഒരു ടൈമിൽ ഒന്ന് യൂസ് ചെയ്യാൻ ഈ ബുള്ളറ്റ് എടുത്ത്
ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടേക്ക് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ബോൾ വാൾവ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് കാറ്റ് നിറക്കണം. ഒരു പമ്പ് യൂസ് ചെയ്ത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാറ്റ് ട്യൂബിലോട്ട് കാറ്റ് ബോട്ടിലേക്ക് നടക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പമ്പൊക്കെ വേണ്ടതിനുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് ഏകദേശം കാറ്റായിട്ടുണ്ട്. അതിൽ ഫുള്ള് കാറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനെ നമ്മളെ ഉണ്ടാക്കിയ എയർ ഗണ്ണിൽ ഇതൊരു ടൈലിൻ്റെ കഷ്ണമാണ്. ഇത് പൊട്ടുമെന്നൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതിനെ ഇവിടെ അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കുറച്ച് ഇപ്പുറത്തരാ, ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ എടുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗണ്ണ് പരീക്ഷിക്കാൻ പോയതാണ്. ടൈല് ഹോളായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കട്ടി കുറഞ്ഞ വസ്തുവിനെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത് എത്ര ലോങ് എത്തുന്നും കൂടി നമുക്കൊന്ന് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഇത് എങ്ങോട്ട് പോയതേ കണ്ടിട്ട അടുത്തൊരു 15 മീറ്റർ ഉണ്ടായില്ലേ. ഇപ്പോൾ ഏകദേശം ഏകദേശം ഒരു 15 മീറ്ററോളം ഈ സാധനം എത്തിയിട്ടുണ്ട്.